ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുപ്രഭാതം. ഈ ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ മുന്നിൽ അവതരിപ്പിക്കുന്നത് വളരെയധികം ഡിസ്റ്റർബിംഗ് ആയ പല രാജ്യങ്ങളിലും ബാൻ ചെയ്തിട്ടുള്ള മൂവികൾ. അപ്പോൾ ഇതൊന്നും ഈ പറയുന്ന ടൊറൻറ്റിലോ ടെലഗ്രാമിലോ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടാത്ത പടങ്ങൾ എങ്ങനെ കിട്ടുമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അതിൽ കൊടുത്തിരിക്കാം. ഞാനത് ആ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ബാൻ ചെയ്തു അങ്ങനെയുള്ളത്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. പിന്നെ ഈ സിനിമ ഞാൻ ആർക്കും തന്നെ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇത് വളരെ ഡിസ്റ്റർബിങ് ആയ മൂവിയാണ്. പല രാജ്യങ്ങളിലും ബാൻ ചെയ്തിട്ടുണ്ട്. വയലൻസ് എന്ന് പറഞ്ഞാൽ വയലൻസിന്റെ അതികൊടൂരമായ വയലൻസുകളാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലെ പടങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ഇട്ടോളോ, നിങ്ങൾക്ക് ഏത് പടമാണ് ഇഷ്ടമായത് എന്നുള്ള കാര്യം. ഇതിന്റെ 5 പാർട്ട് വീഡിയോ ഉണ്ട്, അത് ഞാൻ വരും ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ മനക്കെട്ടിയുള്ളവർ മാത്രം കാണുക, മനക്കെട്ടിയുള്ളവർ മാത്രം ഈ പടങ്ങൾ കണ്ടാൽ മതി. കാരണം ഇത് വളരെ ഡിസ്റ്റർബിങ് മൂവിയാണ്. ചില സിനിമകൾക്ക് പാർട്ട് 2 ഉണ്ട്, അതും കൂടി ഞാൻ അറിയിക്കാം. അപ്പോൾ ഇത് ഞാൻ പല കൂട്ടുകാർക്കും പലപ്പോഴും ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഇങ്ങനത്തെ പടങ്ങളൊന്നും ഇടല്ലടാ ബാലു, അതിനുള്ള താങ്ങാനുള്ള ശേഷി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനക്കെട്ടി ഉണ്ടെങ്കിൽ മാത്രം കാണുക. ഓക്കെ, കുട്ടികളായിട്ട് ഫാമിലി ആയിട്ട് ഒന്നും കാണാൻ പറ്റിയ സിനിമയല്ല, മൊബൈലിൽ തനിച്ചിരുന്ന് കാണാൻ പറ്റിയ സിനിമകളാണ്. അത് രാത്രി ഒന്നും കാണാണ്ടിരിക്കുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് മോശം മൂടുള്ള സമയത്തൊന്നും കാണാതിരിക്കുക. അപ്പോൾ ഞാൻ ഓരോ സിനിമയും കാണിക്കുകയാണ്. സിനിമയെ പറ്റിയൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, എനിക്ക് സംവിധായകൻ്റെയും ഡേറ്റും കാര്യങ്ങളും ഇതൊക്കെ അറിയാം, പക്ഷെ നിങ്ങൾക്ക് ആ പോസ്റ്റർ വെച്ച് തന്നെ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കുക. കാരണം ഞാൻ മറ്റ് ഈ റോങ് ടേൺ അങ്ങനത്തെ പോലത്തെ സിനിമകൾ, അങ്ങനത്തെ അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല. അതൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളത്, ഫൈനൽ ഡെസ്റ്റിനേഷൻ അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ല എന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ പല ഇമേജുകളും ഗൂഗിളിൽ ബാൻ ചെയ്തിട്ടുണ്ട്, ഇമേജുകളടക്കം. ഓക്കെ, ഇതിൻ്റെ ട്രെയിലർ അടക്കം ബാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ബാൻ ചെയ്ത മൂവികളാണ്. മനസ്സാന്നിധ്യം, ചങ്കുറപ്പ് ഉള്ള ആൾക്കാർ മാത്രം ഈ സിനിമകൾ കാണുക. താങ്ക് യു കൂട്ടുകാരെ. ഹലോ സുഹൃത്തുക്കളെ, ഇവയാണ് ആ സിനിമകൾ. ആദ്യത്തെ ചേസർ 2008 ഇറങ്ങിയിട്ടുള്ളത്, രണ്ടാമത്തത് റിവഞ്ച് എന്ന് പറയുന്ന സിനിമ, മൂന്നാമത്തത് ഇച്ചി ദ കില്ലർ ജപ്പാനീസ് സിനിമയാണ്. അടുത്തത് ഭയങ്കര ബ്രൂട്ടൽ മൂവിയാണ്, എ സെറിബിയൻ ഫിലിം, പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അടുത്തത് കാസ്പിയർ നോയറിൻ്റെ ഇറേവേഴ്സിബിൾ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ബ്രൂട്ടൽ മൂവിയാണ്, ഇൻസൈഡ് എന്ന് പറയുന്ന മൂവി. നെക്സ്റ്റ് ഗ്രോട്ടസ്ക്യൂ എന്ന് പറയുന്ന മൂവിയാണ്. ഗ്രോട്ടസ്ക്യൂ എന്ന് പറയുന്ന മൂവിയാണ്, സെക്സും കൂടുതൽ വയലൻസും ഉണ്ട്. അടുത്തത് നെക്രോമാൻറ്റിക് എന്ന് പറയുന്ന മൂവിയാണ്. ഇത് ഞാൻ അധികം ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ.